ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വിചാരിച്ചൊരു ഈവനിങ് വ്ളോഗ് എടുത്താലോ എന്ന്. എൻ്റെ മിക്ക ദിവസങ്ങളിലെയും വൈകുന്നേരം ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടോ. കുറച്ച് ഉണങ്ങിയ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എടുത്ത് അടക്കി പറക്കി വയ്ക്കുന്ന ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ വ്ളോഗൊക്കെ എടുക്കാമെന്ന് വെച്ചേക്കണത്. അപ്പോൾ അത് ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ റിസ്ക് മനസ്സിലാവുന്നത്. എന്തോരം ബുദ്ധിമുട്ടിട്ട ആൾക്കാർ ഒരു വീഡിയോ എടുത്തിടുന്നത്. പക്ഷേ എന്നാൽ ഉദ്ദേശിച്ച രീതിയിൽ വ്യൂസും കിട്ടിയില്ല. അപ്പം ഞാൻ എല്ലാം മടക്കി പറക്കി ഹസ്ബൻഡിൻ്റെ ഒരു സെക്ഷൻ, കൊച്ചിൻ്റെ ഒരു സെക്ഷൻ, എൻ്റെ ഒരു സെക്ഷൻ, അങ്ങനെ എല്ലാം ഞാൻ കബോർഡിലാക്കാൻ കേട്ടോ. ഓരോരുത്തരെയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കിഷ്ടം. പക്ഷേ ഇതൊക്കെ ചെയ്ത് നല്ല നീറ്റാക്കി വെക്കുമ്പോൾ ഹസ്ബൻഡിന് അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എടുക്കണം എന്ന് തോന്നും. അങ്ങനെ ആൾ ജസ്റ്റ് ഒന്നിങ്ങനെ തൊടുള്ളൂ, അപ്പോഴത്തേനും ഫുൾ കോളാക്കി വെച്ചിട്ടായിരിക്കും പോവുക. പിന്നെയും ഞാനത് നീറ്റാക്കും. ഇതെന്നെ പരിപാടി. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ മെയിൻ മേഡം ഉണ്ടല്ലോ പറഞ്ഞു, ആ മേഡത്തിൻ്റെ ഒരെനക്കും ഇല്ലാണ്ടായപ്പോൾ ജസ്റ്റ് പോയി നോക്കിയപ്പോൾ മേഡം ഭയങ്കര ബുക്ക് വായന. ഏതോ ഒരു ബുക്ക് അവിടെ ഇരിക്കണമെന്ന് ഇങ്ങനെ മറച്ചുകൊണ്ടിരിക്കുക. അത് കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, കുറച്ച് നേരം കഴിഞ്ഞ് 4 പീസാവും. പിന്നെ ഞാൻ എൻ്റെ മെയിൻ ഏരിയയിലേക്ക് അങ്ങോട്ട് കടന്നു. കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചു. ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹസ്ബൻഡ് എന്തൊക്കെയോ അവിടെ കിടന്ന് പറയുന്നുണ്ട് കേട്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന്. അപ്പം ഞാൻ പറയുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കണം. ദൈവത്തെ ഓർത്തന്നെ കുറച്ച് നേരം വെറുതെ വിടാൻ. ഹസ്ബൻഡ് അവിടെ കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. വീട്ടിൽ അച്ചു എന്നിട്ട് വിളിക്കുക, ഞാനും അപ്പം അച്ചു തന്നെയാണ് വിളിക്കാളെ. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചു. മേഡത്തിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ എടുക്കാൻ കേട്ടോ. ഞങ്ങൾക്ക് പൊറോട്ട ആയിരുന്നു അന്നത്തെ ദിവസം. ഞങ്ങൾ ഈ വീഡിയോ എടുക്കണേക്കാളും കുറച്ച് മുന്നേ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂട് പൊറോട്ടയും പിന്നെ കറി നമ്മൾ വീട്ടിൽ തന്നെ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മീൻ കറി ഉണ്ടായിരുന്നു, 2 തരം മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാനാ, ആളിതൊന്നും കഴിക്കില്ല. ഞാനപ്പോൾ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മേഡത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേഡത്തിന് കറിയൊന്നും പറ്റില്ല. എങ്ങാനും നമ്മൾ കറി എങ്ങാനും ഒഴിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾ അതിൽ ഭയങ്കര എരിവാന്ന് പറഞ്ഞിട്ട് ഒന്നും കഴിക്കാണ്ട് പോകും. നമ്മളിപ്പോൾ വാരി കൊടുക്കാമെന്ന് വെച്ചാലും ആൾ വായ തുറക്കില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായി ഇതുപോലെ എന്തെങ്കിലും കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്താൽ വായി കഴിച്ചോളും. കുറേ ടൈം വേണമെന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ ആലോചിച്ചത്, വെള്ളം ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു ബാത്റൂമിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം തല കഴുകാൻ നോക്കുമ്പോൾ ഭയങ്കര ചൂടായിരിക്കുള്ളൂ. അപ്പം ഞാൻ തലേ ദിവസം തന്നെ വെള്ളം പിടിച്ച് വയ്ക്കും കേട്ടോ ബക്കറ്റിൽ. പിന്നെ കപ്പയും മുളകിട്ട മീൻ കറിയും, പിന്നെ ചാള വറുത്തതുണ്ടായിരുന്നു. ഇതൊക്കെ എനിക്കാണ് എടുക്കണത്. കപ്പയും മീൻ കറിയും അച്ചു എടുത്ത് വെച്ചിരിക്കണതാണ് അച്ചുവിന് കഴിക്കാനായിട്ട്. പിന്നെ നമ്മുടെ നാളികേരപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള സാദാ മീൻ കറി, മുള്ളനായിരുന്നു. മറ്റേ മീനിക്ക് എന്തുട്ടാന്ന് പറഞ്ഞൂടെ പേര്. ഇത് നമ്മുടെ മുള്ളൻ. അപ്പം ഇതൊക്കെ എടുത്തിട്ട് ഞാനിനി ഒന്ന് ഫുഡ് കഴിക്കട്ടെ കേട്ടാ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു ചെറിയ മീൻ വറുത്തത് എൻ്റെ പീസ് വായി വെച്ച് കൊടുക്കുന്നുണ്ട് അവളുടെ. പക്ഷേ എനിക്കറിയാം അത് കഴിക്കൂലെന്ന്, എന്നാലും ജസ്റ്റ് ഒന്ന് നമ്മൾ വെച്ച് കൊടുക്കും. എവിടെ വായ ഇങ്ങനെ ചെറുതായിട്ടേ തുറക്കുള്ളൂ. അപ്പം ഞാൻ തന്നെ അങ്ങോട്ട് കഴിച്ചു. സാധാരണ അവൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പൊതുവേ ഇഷ്ടമല്ല. അവൾ ചോറിനോടും വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ്. അവൾ ആകെ കഴിക്കണത് ലിക്വിഡായിട്ടുള്ള ഐറ്റംസാണ്. സ്ഥിരം കഴിക്കുന്ന ഒരു സാധനമാണ് പാലും പഴമൊക്കെ ഇട്ടടിച്ചിട്ടുള്ള ജ്യൂസ്. അത് 4 നേരം കൊടുക്കുകയാണെങ്കിൽ കുട്ടി കഴിച്ചോളും. കാരണം അതാവുമ്പോൾ ചവയ്ക്കൊന്നും വേണ്ടല്ലോ. വെറുതെ ഇങ്ങനെ
വലിച്ചു കഴിഞ്ഞാൽ സ്ട്രോയിൽ കൂടെ കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അച്ചുവും കൂടിയും ഭക്ഷണം കഴിക്കാൻ കൂടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ ഒപ്പം. അച്ചു മുളകിട്ട മീനും കപ്പയാണ് കഴിക്കുന്നത്. നല്ല അടിപൊളി മീൻ കറിയായിരുന്നു കേട്ടോ. കാരണം അത് തലേദിവസം വെച്ചതായിരുന്നു. അപ്പോൾ അതിൽ നന്നായിട്ട് പുളിയൊക്കെ പിടിച്ചിട്ടേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ ഓരോരുത്തരെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ പ്ലേറ്റൊക്കെ എടുത്ത് എല്ലാം കഴുകി വെക്കാൻ പോവാണ്. പിന്നെ ഞാൻ തലേ ദിവസം തന്നെ നമ്മുടെ മട്ട അരി ഉണ്ടല്ലോ അത് കഴുകി ഞാൻ കുതിർത്ത് വയ്ക്കും. കാരണം ഇതിന് ഭയങ്കര വെവ്വാണ്. അപ്പം ഞാനിങ്ങനെ തലേ ദിവസം കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ കുറേ ടൈം പിടിക്കും വേവിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ കുതിർത്ത് വയ്ക്കാറുണ്ട് കേട്ടോ. എങ്ങനെ പാത്രം കഴുകി വെച്ചാലും പിന്നെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പാത്രങ്ങളുണ്ടാവും. അപ്പോൾ പിന്നെ അതും കൂടി എടുത്തുകൊണ്ട് ഞാൻ കഴുകാൻ വെക്കാൻ കേട്ടോ. പിന്നെ ഞാൻ കുക്കിംഗ് റേഞ്ചൊക്കെ വൃത്തിയാക്കാൻ കേട്ടോ. പിന്നെ ഈ ചെറിയൊരു ബ്രഷ് ഉണ്ടല്ലോ അത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. ഇതിൽ ആണെങ്കിൽ ചെറിയ കരടായാലും പോന്നോളും. ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളാണ് തിരയുക. അതായത് ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ തിരയുക. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ക്ലീൻ ചെയ്ത് എപ്പോഴും കൊണ്ടു നടക്കാനായിട്ട്. സാധാരണ ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലീൻ ചെയ്യലാണ് പതിവ്. ഇതിപ്പോൾ എന്തോ ഐറുട്ടൻ സമ്മതിക്കാത്തത് കൊണ്ട് അവിടെ ഇട്ട് പോയതാണ് കേട്ടോ. പിന്നെ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ കുക്ക് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ആൾ വെക്കണ കറികളൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ചോദിക്കും ഞാൻ വെക്കട്ടെ എന്നൊക്കെ. മിക്കപ്പോഴും ഞാൻ പറയും വേണ്ടാന്ന്. വേറെ ഒന്നല്ല കേട്ടോ, ആൾ കുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി സാധനങ്ങൾ പുറത്തായിരിക്കും. അതിന് സ്പീഡിലിട്ടാണ് ഇളക്കുക. അപ്പം ഞാൻ അതെനിക്ക് 2ാം പണി ആവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് എന്ന് പറയും. ഞാനെപ്പോഴും വിചാരിക്കും ആളെന്തെങ്കിലും കുക്ക് ചെയ്യണതൊക്കെ റെസിപ്പികളൊക്കെ വീഡിയോ എടുത്ത് വെക്കണമെന്ന്. പക്ഷേ ഉണ്ണിയുള്ള കാരണം ഒന്നും നടക്കില്ല. വേറൊന്നുമല്ല, ഇപ്പം അമ്മമാർക്കൊക്കെ മനസ്സിലാകും പിള്ളേർ നമ്മുടെ അടുത്തൊന്നും പോകില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അവരിങ്ങനെ അമ്മയെ എടുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കണം അവിടെ നിർത്തിയിട്ടിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടാവില്ല വീഡിയോ എടുക്കുമ്പോഴൊക്കെ. അതാണ് ഇതന്നെ ഈ ഒരു വീഡിയോ എടുക്കണത് ഭയങ്കര റിസ്ക് പിടിച്ചിട്ടാട്ടോ. ഇപ്പം അത് അച്ചുള്ളത് കൊണ്ടാണ് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റണത്. അപ്പോൾ ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടു കേട്ടോ. പിന്നെ ഞാൻ ടേബിളൊക്കെ വൃത്തിയാക്കാനായിട്ടാണ് പോയത്. ഭക്ഷണം കഴിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നീറ്റാക്കിയിട്ടു. പിന്നെ ചെയറൊക്കെ കറക്റ്റ് ഇട്ടു. പിന്നെ ഞങ്ങൾ മാളിൽ പോയപ്പോൾ കുറച്ച് അറബിക് സ്വീറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് എടുത്തു കേട്ടോ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പൊതുവേ ഈ ഇടയൊക്കെ ആയിട്ടുള്ളൊരു ശീല മധുരം കഴിക്കാനായിട്ട് തോന്നൽ. ഐറുട്ടനും ഞാനങ്ങനെ മധുരം കൊടുക്കാറില്ല. ഇതിപ്പം വീഡിയോ എടുക്കല്ലേ എന്ന് വെച്ചും കണ്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ മധുരമൊന്നും ഞാൻ കൊടുക്കാറില്ല. അന്ന് അവൾ നല്ല പൂശുണ്ടായിരുന്നു മുതലെടുത്തവൾ അന്നത്തെ ദിവസം.
ഇതിനധികം അങ്ങനെ മധുരം ഉണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണ എന്തെങ്കിലും സ്വീറ്റ്സിന് നമുക്ക് മട്ടിക്കണ രീതിയിലുള്ള മധുരമായിരിക്കുമല്ല ഉണ്ടാവുക. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം അങ്ങോട്ട് മധുരം ഇല്ലാണ്ട് പെട്ടെന്നൊന്നും മട്ടില്ല. അധികം മധുരം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കഴിക്കാം. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നേരെ റൂമിലേക്കാണ് പോയത്. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടാനായിട്ടാണ്. ഇതിവിടെ വിരിച്ചിട്ട് കഴിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അയറുട്ടം വന്നങ്ങാണ്ട് 2 ചാട്ടം ചാടി കഴിഞ്ഞാൽ ഈ വിരി പോണ വഴി അറിയില്ല. എന്നാലും നമ്മൾ കിടക്കണേക്കാളും മുന്നായിട്ടൊക്കെ ഒന്ന് നീറ്റാക്കി ഇടും കേട്ടോ. ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയറുട്ടൻ നല്ല വാശി പിടിക്കുന്നുണ്ട് കേട്ടോ. ഞാനതൊന്നും മൈൻഡ് ആയിക്കാണ്ടാണ് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെതാ ഞാൻ വേഗം അടിച്ചു വരാൻ നോക്കാണ്. എല്ലാ സാധനങ്ങളും അടക്കി പറക്കി വെച്ചാലും അവിടെ ഇവിടെ ഒക്കെ ഓരോന്നായിട്ട് കൊണ്ടുവിടും അയറുട്ടൻ. അങ്ങനെ എൻ്റെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ നേരെ കിടന്നുറങ്ങാൻ പോവാണ്. ഇപ്പം തന്നെ 10 മണിയായിട്ടുണ്ട്. അങ്ങനെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ ഈവനിങ് വ്ലോഗ് എന്ന് പറയണത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.